സിഐഡികളെ ജീവനോടെ വെച്ചുകൊണ്ടിരുന്ന നമുക്കിനി രക്ഷയില്ല. നമ്മുടെ എല്ലാ പദ്ധതികളും അവർ തകർക്കുകയാണ്. ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ, ബോംബെയിൽ നിന്നും പവനായെ വരുത്തുക. പവനായി? അതെ, സമർത്ഥനായ പ്രൊഫഷണൽ കില്ലർ. കാശ് കൊടുത്താൽ രണ്ടെണ്ണത്തിനെയും പുഷ്പം പോലെ പവനായി തട്ടും. ഒരു തെളിവും കാണില്ല. സാറിനോട് പറഞ്ഞ് എത്രയും പെട്ടെന്ന് നമുക്ക് അയാളെ വരുത്തണം. പവനായി വന്നേ പറ്റൂ. ഹലോ മിസ്റ്റർ പവനായി, വെരി നൈസ് ടു മീറ്റ് യു. താങ്ക് യു. ഞാൻ താങ്കളെ പറ്റി ധാരാളം കേട്ടിട്ടുണ്ട്. മുതിരരാജ ചെട്ടിയാർ താങ്കളുടെ സുഹൃത്താണല്ലേ? സുഹൃത്ത് മാത്രമല്ല, പല ബിസിനസ്സിലും അദ്ദേഹമായിരുന്നു എന്റെ ഉപദേശം. ഇരിക്കൂ. താങ്ക് യു. മുതിര അടുത്തകാലം കണ്ടിരുന്നോ? കണ്ടു. കഴിഞ്ഞ ആഴ്ച ഒരു കൊല നടത്താൻ വേണ്ടി എനിക്ക് ബെയ്റൂട്ട് വരെ പോകേണ്ടി വന്നു. ആ ഫ്ലൈറ്റിൽ ചെട്ടിയാരും ഉണ്ടായിരുന്നു. കേരളത്തിൽ മിസ്റ്റർ പവനായുടെ സ്ഥലം ഏതാണ്? വടക്ക കാഞ്ഞങ്ങാടിനടുത്ത് രാവണീശ്വരം എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമം. ചെറുപ്പത്തിലെ നാട് കടന്ന് ബോംബെയിലെത്തി. കാഞ്ഞങ്ങാടുകാരന് പവനായി എന്നെങ്ങനെ പേര് വന്നു? ശരിക്കുള്ള പേര് പി വി നാരായണൻ എന്നാണ്. പക്ഷെ ഒരു കൊലപാതകയ്ക്ക് നാരായണെന്ന് പേരിട്ടാൽ ഒരു വെയിറ്റ് കിട്ടുകയില്ല. അതുകൊണ്ട് പി വി നാരായണന് ചില പരിഷ്കാരങ്ങൾ വരുത്തി പവനായി എന്നാക്കി. പവനായി എന്ന പേര് കേട്ടാലേ ആളുകൾ ഞെട്ടി വിറയ്ക്കുകയാണ്. വെറും ആളുകളല്ല, പോലീസിനും പട്ടാളത്തിനും ഞാനെന്തൊരു പേടി സ്വപ്നമാണ്. ഒരു കാര്യം ഞാൻ ആദ്യമേ പറയാം, 2 ദിവസത്തിൽ കൂടുതൽ എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല. ഈ 20th ഹരിയാനയിൽ ഞാനൊരു മർഡർ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഉടൻ ശത്രുക്കളെ കാണിച്ചു തരിക. ഫോണിൽ പറഞ്ഞ തുകയുമായിട്ട് എനിക്ക് തിരിച്ചു പോകണം. നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമാണ് ഈ കൊല എന്നെനിക്ക് തോന്നുന്നില്ല. അവർ സിഐഡികളാണ്, അതിശക്തന്മാരായ ബുദ്ധിമാന്മാരായ 2 സിഐഡികൾ. നിങ്ങൾ ആളിനെ കാണിച്ചു തന്നാൽ മാത്രം മതി. യു സീ, ഐ ആം എ പ്രൊഫഷണൽ കില്ലർ. Look here. I have all sorts of lethal weapons. നമ്മുടെ നാടൻ മലപ്പുറം കത്തി മുതൽ അൾട്രാ മോഡേൺ മിഷൻ ഗൺ വരെ. 5 കിലോമീറ്റർ ദൂരത്തേക്ക് സൂം ചെയ്ത് ഫയർ ചെയ്യാവുന്ന ടെലസ്കോപ്പിക് ഗൺ. ഇത് അമ്പും വില്ല്, ഗൂർഖ ഗറില്ലകൾ ഉപയോഗിക്കുന്നത്. പിന്നെ ബോംബുണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് ഉണ്ട്, ടൈം ബോംബ് സംവിധാനവുമുണ്ട്. ഏത് വേണമെന്ന് പറഞ്ഞേച്ചാൽ മതി. എന്ത് സംവിധാനമായാലും കൊള്ളാം, പെട്ടെന്ന് വേണം. സിഐഡികളിൽ പ്രധാനി ഒരുത്തൻ കായകറികൾ വിൽക്കുന്ന വേഷത്തിലാണ് ഇപ്പൊ നടപ്പ്.